JK അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നടന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷ ഒരു വിശദമായ അവലോകനം നടത്താമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അവർക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, പരീക്ഷയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ വരാൻ, എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കും, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എത്തിയാൽ എത്ര വരെയുള്ള റാങ്കിലുള്ളവർക്ക് ജോലി കിട്ടും, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 22/10/2025 രാവിലെ 7 AM to 8:50 AM വരെയായിരുന്നു LD ടൈപ്പിസ്റ്റ് പരീക്ഷ നടന്നത്. 106/2025 19,841 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ 107/2025 21,819 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതിൽ 60% ഉദ്യോഗാർത്ഥികൾ മാത്രമേ പരീക്ഷയ്ക്ക് ഹാജരായുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ കണക്കുകളൊക്കെ തന്നെ വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഓൾമോസ്റ്റ് ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ പരീക്ഷയിൽ ഒരു 40% ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടില്ല. 60% ഉദ്യോഗാർത്ഥികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായ കണക്കുകളൊക്കെ തന്നെ ഉടൻ തന്നെ പുറത്തു വരുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരീക്ഷ കുറച്ച് എളുപ്പമുള്ള പരീക്ഷയായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായപ്പെടുകയുണ്ടായി. കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തുനിന്നും നല്ല എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതവണ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ പരീക്ഷയെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. എന്നാൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരമായ ചോദ്യങ്ങളൊക്കെ തന്നെ, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ 80% വരെ 10 മാർക്കാണ് ടൈപ്പ് റൈറ്റിങ്ങിനുള്ളത്. അതിൻ്റെ അകത്തൊരു 7 ചോദ്യങ്ങളോളം തന്നെ കൃത്യമായിട്ട് വരുന്നത് തന്നെ പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിലെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം. ആ ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു ചെറിയ മാറ്റം വരുത്തിയാണെങ്കിൽ പോലും കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ GKയുടെ ഭാഗത്തുനിന്ന് ഇച്ചിരി പ്രയാസമുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് GK ഇച്ചിരി പ്രയാസമായിരുന്നു എന്ന് പൊതുവെ പറയുന്നുണ്ട്. എങ്കിൽ പോലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു പരിധിവരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും മറ്റുള്ള കമ്പ്യൂട്ടറിനെ ടൈപ്പ് റൈറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി പ്രയാസമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിഷയമാണെങ്കിൽ പോലും ഇംഗ്ലീഷിലും ഇച്ചിരി പ്രയാസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മലയാളമാണെങ്കിലും കുറച്ച് പ്രയാസമായിരുന്നു. മലയാളത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ തന്നെ ഇച്ചിരി കുഴക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് വന്നതെന്ന് പൊതുവെ ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും വളരെ പരീക്ഷയെ സംബന്ധിച്ച് കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരുമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും പറയുന്നത് അവർക്ക് പൊതുവെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രസ്തുത പരീക്ഷ ടൈപ്പിസ്റ്റ് പരീക്ഷ പ്രയാസമല്ല, എന്നാൽ മീഡിയം ലെവലും അല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ മുകളിലാണ്, എന്നാൽ നല്ല എളുപ്പമല്ലായിരുന്നു, എന്നാൽ മീഡിയത്തിനേക്കാൾ കുറച്ചുകൂടെ മുകളിലായിരുന്നു എന്നാണ് പൊതുവെ അഭിപ്രായം പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ കട്ട് ഓഫ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 65-നും 70-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്ക് കൂടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്ക് എപ്പോഴും ഉയർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് മാർക്ക് ഇപ്പോഴും ഈ പ്രാവശ്യം ഒരു 65-നും 70-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെ അറിയാനും കഴിയുന്നത്. ഉദ്യോഗാർത്ഥികളുടെ അവരുടെ അഭിപ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി. ഷോർട്ട് ലിസ്റ്റ് സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, അതായത് മറ്റ് പരാതികളോ കേസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 120 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ PSCയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നീടാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാൽ പിന്നെ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് താമസിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ
ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന പരീക്ഷയാണ് LD ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ ഈ വർഷം ഇനിയും വരാനുണ്ട്. ഈ വർഷം അവസാനം തന്നെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. അങ്ങനെ ടൈപ്പിസ്റ്റ് തസ്തികയിൽ ഇനിയും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉണ്ടായാൽ മാത്രമേ കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോർമ്മ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.